ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഐബ്രോ ഫില്ലിംഗ് ആണ്. ഞാൻ എങ്ങനെ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുന്നെന്നും ഞാൻ ഈ വീഡിയോ എന്താണ് എടുക്കാൻ കാരണം എന്ന് വെച്ചാൽ കൂടുതൽ പേരും മേക്കപ്പ് ഇഷ്ടപ്പെടാത്തവരാണ്. അപ്പം മേക്കപ്പ് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ നമ്മൾ കൂടുതലും ഐബ്രോ മാത്രം നമ്മൾ ഷേപ്പ് ചെയ്ത് വെച്ചാൽ മുഖത്തിന് അത് വലിയൊരു ഡ്രാസ്റ്റിക് ചേഞ്ച് ആണ് മുഖത്തിന്. അതുപോലെ തന്നെ ഐബ്രോയും ലിപ്പും നമ്മൾ ഇപ്പം ലിപ്സ്റ്റിക്ക് ഒത്തിരി ഇടണ്ട, എന്നാലും ലൈറ്റായിട്ട് ലിപ്സ്റ്റിക്കും ഐബ്രോ കുറച്ച് ഷേപ്പായിട്ടും വെച്ചാൽ നമ്മുടെ ഫേസിന് അത് തന്നെ മതി, മേക്കപ്പിൻ്റെ ആവശ്യമേ ഇല്ല. അത് തന്നെ ഒരു വലിയൊരു ചേഞ്ച് കൊണ്ടുവരും. അപ്പം ഞാൻ ഇന്ന് എങ്ങനെ എൻ്റെ ഐബ്രോ ഫില്ല് ചെയ്യുന്നതാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വലിയ സ്റ്റെപ്പൊന്നും ഇല്ല. ഐബ്രോ കട്ടി കുറഞ്ഞവർക്ക് ഐബ്രോ ഫില്ല് ചെയ്ത് കുറച്ച് കട്ടി കൂട്ടുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഞാൻ അതിനുവേണ്ടി ഇന്ന് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഐബ്രോ പാലറ്റ് ആണ്. ആക്ച്വലി ഇതാണ് ബെറ്റർ. നമ്മൾ ഐബ്രോ പെൻസിൽസ് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ ഐബ്രോ പാലറ്റ് ഇതുപോലുള്ള പൗഡർ ടൈപ്പ് യൂസ് ചെയ്യുന്നത് കൂടുതൽ നമ്മുടെ ഐബ്രോ ഒരു നാച്ചുറൽ ഫിനിഷ് കൊണ്ടുവരും. അപ്പം ഇത് ഞാൻ എൻ്റെ കയ്യിൽ വെച്ചേക്കുന്നത് ഇൻസൈറ്റ് ബ്രാൻഡിൻ്റെ ആണ്. ഇത് കുറേ നാളായി ഞാൻ വാങ്ങിച്ചിട്ട്. അപ്പം ഇത് കളറൊക്കെ പോയിട്ടുണ്ട്, ഷെയ്ഡും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തല്ല, ഇത് ആക്ച്വലി ഇളകിപ്പോയതാണ്. അപ്പം ഇതിനകത്ത് 3 ഷെയ്ഡുകളാണ് വരുന്നത്. ഞാൻ കുറേ ബ്ലാക്ക് ആയിട്ടുള്ള ഷെയ്ഡ് യൂസ് ചെയ്തില്ല, പ്രിഫറും ചെയ്തില്ല. കാരണം കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ യൂസ് ചെയ്ത് കുറച്ച് നാച്ചുറൽ ഫിനിഷ് കിട്ടും. അപ്പം ഇതിൻ്റെ കൂടെ തന്നെ ഒരു സ്പ്യൂളി ഉണ്ട്. അപ്പം ഇത് യൂസ് ചെയ്ത് നമുക്ക് ഐബ്രോസ് കോംപ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യാം. അപ്പം നമുക്ക് ഇത് ഐബ്രോ ഫില്ലിങ്ങിലേക്ക് പോകാം. ഇപ്പം നോക്കിയാൽ അറിയാം, ഞാൻ എൻ്റെ ഐബ്രോസ് ഫില്ല് ചെയ്തിട്ടില്ല. എൻ്റെ നാച്ചുറൽ ഐബ്രോ ഇങ്ങനെ തന്നെയാണ്, മേളിൽ അത്രയ്ക്കും ഹെയർ ഇല്ല. അപ്പം നമ്മൾ ഫില്ല് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് നമ്മളാണെങ്കിൽ ഈ സ്പൂണിൽ ആ ഐബ്രോ ബ്രഷ് ഉണ്ടല്ലോ, ഇത് യൂസ് ചെയ്ത് നമ്മൾ നന്നായിട്ട് കോംബ് ചെയ്യണം. എനിക്ക് ക്യാമറ നോക്കി കോംബ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ സൈഡിലൊരു മിറർ വെച്ചിട്ടുണ്ട്, ആ മിററിലാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് ഐബ്രോസ് താഴോട്ട് വേണം നമ്മൾ കോംബ് ചെയ്യാൻ. ഇത് എൻ്റെ ഒരു മെത്തേഡാണ്, പ്രൊഫഷണൽ ആയിട്ടൊന്നും ഞാൻ പറയുമല്ല. എൻ്റെ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ ഐബ്രോസ് താഴോട്ട് കോംപ് ചെയ്യും. അപ്പം എൻ്റെ കൂടുതലും മുകൾ ഭാഗത്താണ് ഐബ്രോസ് കുറവുള്ളത്, കണ്ടല്ലോ. അപ്പം നമ്മൾ താഴോട്ട് ഇത് കോംപ് ചെയ്യണം. കോംപ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഐബ്രോസ് ഇല്ലാത്ത ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും, എവിടെയൊക്കെയാണ് ഫില്ല് ചെയ്ത് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം നോക്കിയാൽ അറിയാം, എൻ്റെ ഈ മുകൾ ഭാഗങ്ങളിലാണെങ്കിൽ ഐബ്രോസിൻ്റെ ഇത് ആ ഹെയർ കുറവാണ്. അപ്പം നമുക്ക് ഇത് ഫില്ല് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. അപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഈ നടുക്കത്തെ സെൻറ്റർ ഷെയ്ഡാണ്. കാണാൻ പറ്റുന്നുണ്ടോ? എല്ലാം യൂസ് ചെയ്തല്ല, അത് ഇളകിപ്പോയത് ആക്ച്വലി. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഈ സൈഡ് ബ്രഷ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നമ്മുടെ ഐബ്രോൻ്റെ ആ ഷേപ്പ് അനുസരിച്ച് നന്നായിട്ട് അപ്പം നമ്മൾ ഷേപ്പ് ചെയ്യണം. കൂടുതൽ ക്വാണ്ടിറ്റി എടുക്കരുത്, അപ്പം നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടില്ല. ഫില്ല് ചെയ്തതിന് ശേഷം കോംപ് ഉപയോഗിച്ച് ആ താഴോട്ടാക്കിയിട്ടുള്ള ആ ഹെയർ ഒക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് നേരെ നമ്മുടെ ഐബ്രോയിൽ കൊണ്ടുവന്ന് ഒരു ഫിനിഷിങ് കൊടുക്കണം. എന്നിട്ട് നമുക്ക് താഴെ ഹെയർ ഇല്ലാത്ത ഭാഗങ്ങൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഈ ഡിഫറൻറ്റ് കണ്ടോ? ഈ പിരിയും തമ്മിലുള്ള ഡിഫറൻസ്. ഇനി നമുക്ക് ഇതിപ്പോൾ ഏകദേശമായി. ഇനിയിപ്പം ഇത് മാത്രം ഒന്ന് ഷാർപ്പ് ഒന്ന് പോയിന്റ് ചെയ്ത് വിടണം. കുറച്ചും കൂടി നമ്മൾ ഇപ്പോൾ ഒരു പോയിന്റിങ് വന്നിട്ടില്ലേ, ആ ഡിഫറൻറ്റ് കാണുന്നില്ലേ? ഈ പിരിയും കൂടെ നമ്മൾ ഈ പിരിയ നോക്കിയാൽ അറിയാം, ഇതിൽ കുറവാണ്, ഇതിൽ കൂടുതലാണ്. നമ്മൾ ഈ പിരിയും കൂടെ നമുക്കൊന്ന് ഫില്ല് ചെയ്യാം. അതുപോലെ തന്നെ നമ്മൾ കോംപ് ചെയ്ത് കൊടുക്കുക. ഞാനെൻ്റെ ഈ ഭാഗങ്ങൾ അത്ര കോൺസെൻട്രേറ്റ് ചെയ്തിട്ടില്ല. എൻ്റെ ഈ സെൻറ്റർ ഇവിടെയാണ് ഷേപ്പ് ചെയ്യാൻ ഞാൻ എപ്പോഴും നോക്കുന്നത്. അങ്ങനെ ഷേപ്പ് ചെയ്താലേ നമുക്കൊരു നാച്ചുറൽ ഫിനിഷ് കിട്ടത്തുള്ളൂ. എടുക്കുമ്പോൾ ക്വാണ്ടിറ്റി പൗഡർ കുറച്ചെടുക്കുക, അതായിരിക്കും ബെറ്റർ. നന്നായിട്ട് കോംപ് ചെയ്തിടും, നല്ലതായിട്ട് ഷേപ്പായിട്ടിരിക്കും.
ഇപ്പോൾ നമ്മുടെ മുഖത്ത് ഫസ്റ്റ് ഇരുന്ന ആ മുഖവും ഇതും കൂടെ തമ്മിൽ എന്തോരം ഡിഫറെൻ്റ് ഉണ്ട് കണ്ട. അത് നമ്മൾ പിരികം വരയ്ക്കുമ്പോൾ തന്നെ ആ ഫേസിൻ്റെ ഒരു ചേഞ്ച് നിങ്ങൾ നോക്കണം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. എല്ലാവരും ഐബ്രോ ഫില്ലിംഗ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ മേടിച്ച ഐ ഷാഡോ പാലറ്റ് വില കുറഞ്ഞതാണ്, ഇൻസൈഡ് ബ്രാൻഡിൻ്റെയാണ്. ബ്രാൻഡഡ് ഒന്നും വാങ്ങണമെന്നൊന്നുമില്ല. ഇത് എനിക്ക് നന്നായിട്ട് എൻ്റെ ഐബ്രോയ്ക്ക് നന്നായിട്ട് സ്യൂട്ട് ചെയ്തിട്ടുള്ള സാധനമാണ്. ഇത് ഓൺലൈനിൽ നിന്ന് മേടിച്ചാൽ, നോർമൽ സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്, ഫാൻസി സ്റ്റോറിൽ നിന്ന് മേടിച്ചാണ്. ഓൺലൈനിൽ അവൈലബിലിറ്റി ഉണ്ട്. ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ.